കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 62 അധ്യായം 2 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പറയണം, എൻ്റെ അഭയശിലയും കോട്ടയും എൻ്റെ ദൈവമായ കർത്താവാണ്, ഞാൻ വീഴുകയില്ല. സ്നേഹമുള്ളവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായ യേശുവാകുന്ന പാറമേൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ അന്ധകാര ശക്തികൾക്ക് ആധിപത്യം ഇല്ല. ഒരു തിന്മയും അവർക്കെതിരെ കടന്നു വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവ തിരുമുമ്പിൽ താഴ്മയോടെ നിൽക്കുന്നവരെ തക്ക സമയത്ത് ദൈവമായ കർത്താവ് ഉയർത്തും. പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ള നന്മയെ ലക്ഷ്യമാക്കി സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്നവരെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമുണ്ട്. വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവായ യേശു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ മാനുഷികമായ ബലം നഷ്ടപ്പെടുമ്പോൾ, നിരാശയും ഭയവും നമ്മെ വേട്ടയാടുമ്പോൾ, നമ്മിലെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടണം. നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യം നമുക്ക് വേണ്ടി അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജെറമ്യ പ്രവാചകന്റെ അധരങ്ങളിലൂടെ ദൈവമായ കർത്താവ് പറയുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന നമുക്ക് അവിടുന്ന് തന്റെ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് അനുഗ്രഹത്തിന്റെ വാതിലുകൾ നമുക്കായി തുറന്നാൽ ഒരു ശത്രുവിനും അത് അടയ്ക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ ഇന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവിടത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. വെള്ളച്ചാട്ടം പോലെ അനുഗ്രഹങ്ങൾ എനിക്കായിട്ടൊരുക്കിയിട്ടുണ്ട്. എനിക്കായി തുറന്ന വാതിലുകൾ ഒരു ശത്രുവും അടയ്ക്കുകയില്ല. ഹല്ലേലൂയ. ആകാശത്തിൻ കിളിവാതിലുകൾ എനിക്കായി തുറന്നിടുന്നു. ആമേൻ. ആകാശത്തിൻ കിളിവാതിലുകൾ എനിക്കായി തുറന്നിടുന്നു. യേശുവേ തമ്പുരാനെ വാഴ്ത്തുന്നു ഞാൻ നിന്നെ. ഓ യേശുവേ, അങ്ങേ വാഴ്ത്തുന്നു. കരുണയോടെ നടത്തുന്ന അപ്പാ നിൻ സ്നേഹത്തെ. യേശുവേ തമ്പുരാനെ വാഴ്ത്തുന്നു ഞാൻ നിന്നെ. കരുണയോടെ നടത്തുന്ന അപ്പാ നിൻ സ്നേഹത്തെ. നമ്മുടെ കാൽ കല്ലിൽ തട്ടാതെ അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും. ശത്രു ഒരുക്കുന്ന കെണികളിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും. വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുന്ന് നമുക്ക് മറുപടി നൽകും. നമ്മെ സഹായിക്കുന്ന കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാലൊന്നു കല്ലിൽ തട്ടാതെ ഈ ലോകെ കനിവോടെ നടത്തുമെന്നെ. കല്ലറ ഒരുക്കി കെണികൾ മെനയും ശത്രുവോ ജയിക്കയില്ല. ഓ യേശുവേ, കാലൊന്നു കല്ലിൽ തട്ടാതെ ഈ ലോകെ കനിവോടെ നടത്തുമെന്നെ. കല്ലറ ഒരുക്കി കെണികൾ മെനയും ശത്രുവോ ജയിക്കയില്ല. കത്തുന്ന തീയിലും കുറ്റാക്കൂരിരുട്ടിലും എൻ കൂടെ നടക്കുന്നവൻ. ഓ യേശുവേ സ്തോത്രം. എൻ കൂടെ നടക്കുന്നവൻ. ഹല്ലേലൂയ. യേശുവേ തമ്പുരാനെ വാഴ്ത്തുന്നു ഞാൻ നിന്നെ. കരുണയോടെ നടത്തുന്ന അപ്പാ നിൻ സ്നേഹത്തെ. യേശു
നമുക്ക് പറയാം, കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുത വഴികൾ കാണുവാൻ ഇന്ന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നിലുള്ള അന്ധതയെ എടുത്തു മാറ്റണമേ. ഞാൻ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണട്ടെ, അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം, അവിടത്തോട് നിലവിളിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ കടന്നു വരും. ഓ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ കണ്ണുകൾ തുറക്കണേ നാഥ, നിന്നത്ഭുത വഴികൾ കാൺമാൻ. ആത്മാവിനെ എന്നിൽ പകർന്നിടുക, ഞാൻ അന്ധനായി മാറിടാതെ. ഓ യേശുവേ, എൻ കണ്ണുകൾ തുറക്കണേ നാഥ, നിന്നത്ഭുത വഴികൾ കാൺമാൻ. ആത്മാവിനെ എന്നിൽ പകർന്നിടുക, ഞാൻ അന്ധനായി മാറിടാതെ. അതിശയമായി അടയാളമായി അങ്ങനെ നടത്തുന്നു. ഓ യേശുവേ, അങ്ങനെ നടത്തുന്നു. ഓ കർത്താവേ, അങ്ങേ ഞാൻ വാഴ്ത്തുന്നു. തമ്പുരാനെ വാഴ്ത്തുന്നു ഞാൻ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ഞാൻ വിളിച്ചു പറയും. കരുണയോടെ ഓ യേശുവേ, സ്തോത്രം. അപ്പാവിൻ സ്നേഹത്തെ യേശുവേ തമ്പുരാനെ വാഴ്ത്തുന്നു ഞാൻ നിന്നെ. കരുണയോടെ നടത്തുന്ന അപ്പാവിൻ സ്നേഹത്തെ. ഇന്ന് ദൈവമായ കർത്താവിനെ വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.